നമ്മളിന്ന് പരിസര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രാദേശിക വ്ലോഗ് എടുക്കാനാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ് നമ്മളിന്ന് എത്തിച്ചേർന്നത്. ഉത്തര കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയിലാണ് ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ വിഷമിച്ചിരുന്ന ശിവഭക്തരായ പാടിക്കുറ്റി അമ്മയ്ക്കും അയ്യങ്കര വാഴുന്നോർക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ പുഴക്കരികിൽ നിന്ന് ലഭിച്ച കുഞ്ഞാണ് ശ്രീമുത്തപ്പൻ. വളർന്നു വലുതായ മുത്തപ്പൻ ഇല്ലത്തെ ആചാരങ്ങൾക്ക് എതിരായ വേട്ടയാടലും താഴ്ന്ന ജാതിക്കാരുമായുള്ള കൂട്ടുകെട്ടും മാതാപിതാക്കൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഇത് ചോദ്യം ചെയ്ത മാതാപിതാക്കൾക്ക് മുൻപിൽ അമ്പും വില്ലുമെടുത്ത് തീ കണ്ണുകളോടുകൂടിയ മുത്തപ്പന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്ത് അവതാരോദ്ദേശം വെളിപ്പെടുത്തി. അന്ന് വീട് വിട്ടിറങ്ങിയ മുത്തപ്പൻ ഇന്ന് പറശ്ശിനിക്കടവിൽ ഭക്തരുടെ രക്ഷകനായും നാടിന്റെ ദൈവമായും അന്നദാതാവായും കുടികൊള്ളുന്നു. അടുത്തതായി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് തളിപ്പറമ്പിലെ 1000ഓളം വർഷം പഴക്കമുള്ള ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഇവിടെ കൊടിമരമോ കൊടിയേറി ഉത്സവങ്ങളോ ഇവിടെയില്ല. സമയങ്ങളിൽ രാജരാജേശ്വരൻ രാജകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമെന്നും രാത്രിയിൽ പാർവതീദേവിയോടൊപ്പം ആനന്ദചിത്തനായി കാണപ്പെടുമെന്നും എന്ന വിശ്വാസത്തിലാണത്രേ രാത്രിയിൽ അത്താഴപൂജയ്ക്ക് ശേഷം മാത്രം സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും അന്വേഷിച്ച അദ്ദേഹം ഒരു ഉറുമ്പ് പോലും ഇന്നേവരെ ചത്തിട്ടില്ലാത്ത തളികവട്ടത്തിൽ വിസ്തീർണമുള്ള ഒരു ഭൂമി കണ്ടെത്തി ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അതാണ് ഇന്ന് കാണുന്ന പ്രകൃതിയാലും കൊത്തുപണികളാലും സമ്പന്നമായ ശ്രീ രാജരാജേശ്വര ക്ഷേത്രം. യക്ഷന്റെ യാഗാഗ്നിയിൽ സതീദേവി സ്വയം വെന്ത് വെണ്ണീരായപ്പോൾ കോപാകുലനായ ശിവന്റെ താണ്ഡവ നൃത്തത്തിൽ ലോകം നശിക്കാതിരിക്കാൻ വിഷ്ണു സതിയുടെ ശരീരത്തെ 24 കഷ്ണങ്ങളാക്കി മുറിച്ചുമാറ്റി. അതിൽ ശിരസ് വന്ന് പതിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വെങ്കല പ്രതിമ നിലകൊള്ളുന്ന ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മാംസാഹാരികളായ പൂജാരിമാർ പൂജ ചെയ്യുന്ന അമ്പലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണൂർക്കാരുടെ സ്വന്തം തിരുവർക്കാട്ടുകാവ് അഥവാ മാടായിക്കാവ്. ആചാരാനുഷ്ഠാനങ്ങളിൽ തികച്ചും വ്യത്യസ്തത പുലർത്തുന്ന ഈ ഭഗവതി ക്ഷേത്രം ഉത്തര മലബാറിലെ ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. സാക്ഷാൽ ആദിപരാശക്തിയും ജഗദീശ്വരിയുമായ ശ്രീ ഭദ്രകാളിയാണ് മുഖ്യപ്രതിഷ്ഠ. ഗണപതി, ശാസ്താവ്, ക്ഷേത്രപാലകൻ എന്നിവരാണ് ഉപദേവന്മാർ. കേരളത്തിലെ ആദ്യത്തെ ഭദ്രകാളി ക്ഷേത്രം കൊടുങ്ങല്ലൂരും രണ്ടാമത്തെ ക്ഷേത്രം മാടായിലുമാണ് എന്നാണ് അറിയപ്പെടുന്നത്. ശത്രുസംഹാര പൂജയും അകപൂജയുമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. കോഴിയും ചെറുപയറുമാണ് ഇവിടുത്തെ പ്രസാദം. കടുത്ത വേനലിലും വറ്റാത്ത വട്ടക്കുളമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. മാടായിക്കാവിനടുത്തുള്ള ഏഴിമലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഹനുമാന്റെ പ്രതിമ ഉള്ളത്. സമുദ്രനിരക്കിൽ നിന്ന് 215 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രതിമയ്ക്ക് 41 അടി നീളമുണ്ട്. രാമരാവണ യുദ്ധത്തിൽ ലക്ഷ്മണനെ രക്ഷിക്കാൻ ഹിമാലയത്തിൽ നിന്ന് മൃതസഞ്ജീവനിയുമായി ഹനുമാൻ ലങ്കയിലേക്ക് പോകുമ്പോൾ ഈ പർവ്വതത്തിൻ്റെ ചെറിയൊരു ഭാഗം അടർന്നു വീണാണ് ഏഴിമല ഉണ്ടായത് എന്നതാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയ്ക്കാണ് ഹനുമാന്റെ ഈ പ്രതിമ ഏഴിമലയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രവും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്.